ഇന്ന് നമ്മൾ സ്ട്രേറ്റ് ലൈൻസിലെ ഇക്വേഷൻസ്, ലൈനിൻ്റെ ഇക്വേഷൻസിൻ്റെ കുറിച്ചാണ് കൂടുതൽ പഠിക്കുന്നത്. സ്ട്രേറ്റ് ലൈൻസിൻ്റെ ഇക്വേഷൻസ്. ഫസ്റ്റ് എക്സ് ആക്സിസിൻ്റെ ഇക്വേഷൻ ഓഫ് എക്സ് ആക്സിസ്. എക്സ് ആക്സിസ് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ക്യാപിറ്റൽ ലെറ്റേഴ്സ് എക്സ് ആക്സിസ്, വൈ ആക്സിസ് എന്ന് പറയും. ഇക്വേഷൻസിനകത്ത് യൂസ് ചെയ്യുന്നതൊക്കെ സ്മോൾ ലെറ്റേഴ്സ്. അപ്പോൾ ഇക്വേഷൻ ഓഫ് എക്സ് ആക്സിസ് y is equal to 0. എന്തുകൊണ്ടാണ് അങ്ങനെ വന്നത്? എക്സ് ആക്സിസിൻ്റെ പ്രത്യേകത നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. എക്സ് ആക്സിസിലെ പോയിന്റ്സ് ഒക്കെ 1, 2, 3. ഈ 1ൻ്റെ കോർഡിനേറ്റ് എന്തുവാ? 1, 0. 2ൻ്റെ കോർഡിനേറ്റ്, ഈ പോയിന്റ് എങ്ങനെയാണ്? 2, 0. ഈ പോയിന്റിൻ്റെ കോർഡിനേറ്റ് 3, 0. അപ്പോൾ അവിടുത്തെ പ്രത്യേകത എല്ലാ പോയിന്റും എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്നതിന് ഇക്വേഷൻ വേണം നോക്കാം. y കോർഡിനേറ്റ് 0. അപ്പോൾ എക്സ് ആക്സിസിൽ എക്സുകളുണ്ട്, y 0. അതാണ് എക്സ് ആക്സിസിൻ്റെ ഇക്വേഷൻ. അപ്പോൾ ഇക്വേഷൻ ഓഫ് എക്സ് ആക്സിസ് y is equal to 0. അത് കണക്ക് ഇക്വേഷൻ ഓഫ് y ആക്സിസിൻ്റെ പ്രത്യേകത എന്തോ? y ആക്സിസിൽ പോയിന്റ്സ് നമ്മൾ അടയാളപ്പെടുന്നത് ഇത് 1, 2. ഈ 2 എന്ന് വെച്ചാൽ അർത്ഥം അവിടെ 0, 2 എന്നാണ്. ഇവിടെയോ 0, 1. അപ്പോൾ y ആക്സിസിൽ വൈകളാണ് ഉള്ളത്, എക്സ് 0. അപ്പോൾ y ആക്സിസിൻ്റെ ഇക്വേഷൻ എക്സ് is equal to 0. അപ്പോൾ എക്സ് ആക്സിസിൻ്റെ ഇക്വേഷൻ y is equal to 0. y ആക്സിസിൻ്റെ ഇക്വേഷൻ എക്സ് is equal to 0. അടുത്തത് ഇക്വേഷൻ ഓഫ് എ ലൈൻ പാരലൽ ടു എക്സ് ആക്സിസ്. എക്സ് ആക്സിന് പാരലൽ ആയിട്ടുള്ള ലൈൻ ഒരു യൂണിറ്റ് മുകളിലോട്ട്. നമുക്കറിയാം ഇതിനെ നമ്മൾ ലീനിയർ ഇനീക്വാളിറ്റീസ് പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ഇക്വേഷൻ y is equal to 1. y is equal to 1ൽ കട്ട് ചെയ്തല്ലേ പോകുന്നത്? y is equal to 1. അപ്പോൾ ഇക്വേഷൻ ഓഫ് എ ലൈൻ ഇപ്പോൾ രണ്ടിൽ കൂടെ പാസ് ചെയ്ത് ഇത് എക്സ് ആക്സിസ്, ഇത് ഒറിജിൻ, പാരലൽ ടു y ആക്സിസ് അറ്റ് എ യൂണിറ്റ്സ് 2 യൂണിറ്റ് എബവ് ദ ഒറിജിൻ ആണ് y is equal to 2. കണ്ടോ? അപ്പം ഒരു യൂണിറ്റ് ബിലോ ആണെങ്കിലോ നമുക്കറിയാം ഇത് -1, വൈയുടെ -1ൽ കൂടെ അല്ലേ ഇത് പോകുന്നത്. അപ്പോൾ y is equal to -1. അപ്പോൾ ഇക്വേഷൻ ഓഫ് എ ലൈൻ പാരലൽ ടു എക്സ് ആക്സിസ് അറ്റ് എ ഡിസ്റ്റൻസ് 1 യൂണിറ്റ് എബവ് ദ ഒറിജിൻ ആണ് y is equal to 1, 2 യൂണിറ്റ്സ് എബവ് ദ ഒറിജിൻ ആണ് y is equal to 2. y രണ്ടിൽ കൂടെ ആണ് കട്ട് ചെയ്ത് പോകുന്നത് അല്ലേ? 1 യൂണിറ്റ് ബിലോ ദ ഒറിജിൻ ആണെങ്കിൽ y is equal to -1. അപ്പോൾ നമ്മൾ ജനറലായിട്ട് ഇക്വേഷൻ ഓഫ് എ ലൈൻ parallel to x-axis at a distance a unit above ഒറിജിന് മുകളിലായിട്ട് a യൂണിറ്റ് ആണ് y is equal to a. കണ്ടോ? ഒറിജിന് മുകളിലേക്കാണ് പോസിറ്റീവ് y കൂടെ പോകുന്നത്. അതേ കണക്ക് തന്നെ a യൂണിറ്റ് സെക്കൻഡ് പാർട്ടായിട്ട് എ യൂണിറ്റ് ബിലോ ദ ഒറിജിൻ ആണെങ്കിലോ പാരലൽ ടു എക്സ് ആക്സിസ് ആണ്, പക്ഷേ എ യൂണിറ്റ് ഒറിജിനേക്കാൾ താഴെയാണ്. ബിലോ ദ ഒറിജിൻ ആണെങ്കിൽ എന്തുമായിരിക്കും? y is equal to -a. ഒറിജിന് താഴെ ആകുമ്പോൾ മൈനസ് നമ്പേഴ്സ് ആകുള്ളൂ. അപ്പോൾ y is equal to -a. അതേ കണക്ക് തന്നെ നമുക്ക് y ആക്സിസിന് പാരലായിട്ട് നോക്കാം. ഇക്വേഷൻ ഓഫ് എ ലൈൻ which is parallel to y-axis at a unit distance of 1 unit right to origin. 1 യൂണിറ്റ്, ഒരു യൂണിറ്റ് വലതുവശത്തോട്ടാണെങ്കിൽ എക്സിൻ്റെ 1 ആണ്, ഇത് എക്സിൻ്റെ 2 ആണ്. അപ്പോൾ ഇത് എക്സ് is equal to 1 ആണ്. ഒറിജിന് വലത്തോട്ടാണെങ്കിൽ എക്സ് is equal to 1. 2 യൂണിറ്റ് എക്സിന് വലത്തോട്ടാണെങ്കിൽ ഇത് ഈ ലൈനാണ്. ഇതിൻ്റെ ഇക്വേഷൻ എന്തുവാ? എക്സ് is equal to 2. അതായത് 2 യൂണിറ്റ് ഒറിജിൻ ഇടത്തോട്ടാണെങ്കിലോ ഇവിടെ -2 കൂടെ. അപ്പോൾ എക്സ് is equal to -2. അപ്പോൾ ഇക്വേഷൻ ഓഫ് എ ലൈൻ പാരലൽ ടു y ആക്സിസ് ഇല്ലേ, 1 യൂണിറ്റ്സ് ടു ദ റൈറ്റ് ഓഫ് ഒറിജിൻ ആണെങ്കിൽ എക്സ് is equal to 1. 1 യൂണിറ്റ് ലെഫ്റ്റ് ഒറിജിൻ ആണെങ്കിൽ എക്സ് is equal to -1 അല്ലേ. 2 യൂണിറ്റ് ലെഫ്റ്റ് ഒറിജിൻ ആണ് എക്സ് is equal to -2. അപ്പോൾ ഇക്വേഷൻ ഓഫ് എ ലൈൻ parallel to y-axis at a distance b unit to the right of origin. അപ്പോൾ റൈറ്റ് വലതുവശത്തോട്ടാണെങ്കിൽ x is equal to b, to the left of origin ആണെങ്കിൽ, that is equation of a line parallel to
വൈ ആക്സിസ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് ബി യൂണിറ്റ് ലെഫ്റ്റ് ടു ദ ഒറിജിൻ. ഇടതുവശത്തോട്ടാണെങ്കിൽ ദറ്റ് ഈസ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് ബി യൂണിറ്റ് ടു ദ ലെഫ്റ്റ് ഓഫ് ഒറിജിൻ. ലെഫ്റ്റ് ഓഫ് ഒറിജിൻ, ഒറിജിൻ്റെ ഇടത്തോട്ടാണ് നമ്മൾ എന്താ പറയും, എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് ബി. അപ്പം ഒറിജിൻ്റെ വലത്തോട്ടാണെങ്കിൽ വൈ ആക്സിന് പാരലൽ ആണെങ്കിൽ എക്സ് ഇസ് ഈക്വൽ ടു പ്ലസ് ബി. ബി യൂണിറ്റ് വലത്തോട്ടാണ്, ബി യൂണിറ്റ് ഇടത്തോട്ടാണ് എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് ബി. ഇങ്ങനെ വരയ്ക്കുന്ന ലൈനെ വെർട്ടിക്കൽ ലൈൻ എന്നാണ് പറയുന്നത്. വെർട്ടിക്കൽ ലൈൻ. തിരിച്ച് ഇങ്ങനെയാണ് ലൈൻ വരയ്ക്കുന്നത്, അതിനെ ഹൊറിസോണ്ടൽ ലൈൻ എന്നാണ് പറയുന്നത്. ഹൊറിസോണ്ടൽ ലൈൻസ്. അടുത്ത് നമുക്ക് ലൈനിൻ്റെ ഇക്വേഷൻസ് ഓരോന്നായിട്ട് പഠിക്കാം. 1.4 പഠിക്കാം. ഇക്വേഷൻ 1.4. അതായത് ഈ ലൈനിൻ്റെ ഇക്വേഷൻസ് നമുക്ക് അറിയണം. ഇക്വേഷൻസിനകത്ത് എപ്പോഴും ഏതെങ്കിലും രണ്ട് കാര്യങ്ങൾ തരണം. ഒരു പോയിന്റ് മാത്രം തന്ന ലൈനിൻ്റെ ഇക്വേഷൻ ഏത് ലൈനാണ് നമുക്ക് അറിയാൻ പറ്റില്ല. ഇഷ്ടംപോലെ ലൈൻ തരില്ല. ഇവിടെ ഏത് ഒരു പർട്ടിക്കുലർ ലൈനാണ് അത് കണ്ടു. ഫസ്റ്റ് ഫോർമുല 1.4. ഒരു പോയിന്റ് മാത്രം പോരാ. 1.4. അപ്പോൾ ഇക്വേഷൻ ഓഫ് എ ലൈൻ which passes through one point x1y. ഒരു പോയിന്റ് ആണ് ഫസ്റ്റ് പോയിന്റ് x1y ഒന്നേ ഉള്ളൂ. ആൻഡ് സ്ലോപ്പ് m സ്ലോപ്പുമായിട്ട്, അതായത് സ്ലോപ്പ്, അതായത് ഒരു പോയിന്റും തരുന്ന ആ പോയിന്റ് വരുമ്പോൾ ഇതിലേക്കുള്ള ലൈനാണോ ഇതിലേക്കുള്ള ലൈനാണോ. ഇപ്പോൾ കറക്റ്റായിട്ട് അതിൻ്റെ ചരിവും കൂടെ പറയാം. സ്ലോപ്പ് എന്ന് വെച്ചാൽ ആംഗിൾ അല്ലേ, ആ ആംഗിൾ പറയാം 45 ഡിഗ്രി. അപ്പോൾ അതായത് 45 ആണെങ്കിൽ ഇതിലേക്കുള്ള ഈ പോയിന്റ് കൂടെ ഈ ലൈൻ തന്നെ അല്ലേ. അപ്പോൾ ഇക്വേഷൻ ഓഫ് എ ലൈൻ പോയിന്റ് മാത്രം പോരാ സ്ലോപ്പും തരും. അതിന് എന്തുമാത്രം ചരിവാണുള്ളത് ആ ലൈന്. അപ്പോൾ ഒരു പോയിന്റ് തരും, അത് കടന്നു പോകുന്ന അത് എത്ര ആംഗിൾ മേക്ക് ചെയ്യുന്നു എക്സ് ആക്സിസ് അല്ലെ അതിൻ്റെ സ്ലോപ്പ് എന്തുവാ 30 ഡിഗ്രി. അപ്പോൾ ഈ പോയിന്റ് തന്നേക്കുക 1,3. അപ്പോൾ എനിക്കിവിടെ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ഓഫ് എ ലൈൻ വിച്ച് പാസസ് ത്രൂ 1,3 ആൻഡ് ഹാവിങ് സ്ലോപ്പ് 30 മേക്കിംഗ് ആൻ ആംഗിൾ 30 വിത്ത് എക്സ് ആക്സിസ് എന്ന് പറയുകയാണെങ്കിൽ ഏത് ഫോർമുല യൂസ് ചെയ്യും? അപ്പോൾ ഒരു പോയിന്റും സ്ലോപ്പ് തന്ന ഇക്വേഷൻ y മൈനസ് y1 ഇസ് ഈക്വൽ ടു m ഇൻറ്റു എക്സ് മൈനസ് x1. y മൈനസ് y1 ഇസ് ഈക്വൽ ടു m ഇൻറ്റു എക്സ്. യഥാർത്ഥത്തിൽ എങ്ങനെയാണ് കിട്ടുന്ന ഒരു പോയിന്റ് തന്നിട്ടുണ്ട് x1 y1. പിന്നെ ലൈനകത്ത് ഏത് പോയിന്റും ആവുക XY. ഞാൻ നേരത്തെ പറഞ്ഞ ഏത് പോയിന്റ് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഇക്വേഷൻ പറഞ്ഞു. അപ്പോൾ എല്ലാ ഇക്വേഷനകത്ത് XY ഉണ്ട്. എല്ലാ പോയിന്റും അതിനകത്തുള്ള ഏത് പോയിന്റും സാറ്റിസ്ഫൈ. അപ്പോൾ നോക്കി ഫോർ എക്സാമ്പിൾ എക്സ് ഇസ് ഈക്വൽ ടു y പ്ലസ് 1 അല്ലെ y is equal to x, y minus x is equal to 0. ഇതിനകത്ത് പോയിന്റ് ആണ് 1 1 എന്ന് വെച്ചാൽ അർത്ഥം എന്തുവാ? yക്ക് 1 x-ന് 1 കൊടുത്തു കഴിഞ്ഞാൽ ഇത് ശരിയായിട്ട് കാണിക്കും. yക്ക് 2 x-ന് 2 കണ്ടോ, ഇവിടെ 2 x-ന് 2 കൊടുത്താൽ ഇത് അപ്പോൾ XY എന്നീ പോയിന്റ് ഉണ്ട് ലൈനാണ്. ആ ലൈനകത്തുള്ള ഏത് പോയിന്റും ഇതിന് പകരം ഇട്ടാൽ സാറ്റിസ്ഫൈ ചെയ്യും. അപ്പോൾ XY ഒരെണ്ണം കാണും, എന്നീ പോയിന്റ് ഉണ്ട് ലൈൻ അല്ലേ. അപ്പോൾ 2 പോയിന്റായി. ഇതിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിക്കാൻ നമുക്കറിയാമല്ലോ. സ്ലോപ്പ് ഡിഫറൻസ് ഓഫ് y കോർഡിനേറ്റ് ബൈ ഡിഫറൻസ് ഓഫ് x കോർഡിനേറ്റ്. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണ്ട. y മൈനസ് y1 ഇസ് ഈക്വൽ ടു m ഇൻറ്റു എക്സ് മൈനസ് x1. അപ്പോൾ ഈ ഫോർമുല മാത്രം തൽക്കാലം പഠിച്ചാൽ മതി. ഒരു പോയിന്റും സ്ലോപ്പും തന്ന ഇക്വേഷൻ y മൈനസ് y1 ഇസ് ഈക്വൽ ടു m ഇൻറ്റു എക്സ് മൈനസ് x1. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ തന്നേക്കോ. ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ദ ലൈൻ വിച്ച് പാസസ് ത്രൂ 1,3 ആൻഡ് മേക്കിംഗ് എൻ ആംഗിൾ 30 ഡിഗ്രി വിത്ത് എക്സ് ആക്സിസ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു പോയിന്റ് 1,3 തന്നു. അപ്പോൾ x1 y1 ഒരു പോയിന്റ്. സ്ലോപ്പ് കാണാൻ നമുക്ക് ആംഗിൾ ഉണ്ടല്ലോ എക്സ് തീറ്റ 30 ഡിഗ്രി എന്നുണ്ട്. അപ്പോൾ സ്ലോപ്പ് കാണുന്ന ടാൻ തീറ്റ അല്ലേ, ടാൻ 30 ഈസ് 1/√3. അപ്പോൾ ഈ ഇക്വേഷൻ അതിട്ട് കൊടുത്താൽ മതി. y മൈനസ് y1 3 ഫിസിക്കൽ എമ്മിൻ്റെ വില 1/√3 ഇൻറ്റു എക്സ് മൈനസ് x1ൻ്റെ വില x1 y1ന് പകരം ഈ വില ഇടുക, എമ്മിന് പകരം 1/√3 ഇട്ടാൽ മതി. അപ്പോൾ ഇക്വേഷൻ ഓഫ് ലൈനാണ്. വേണമെങ്കിൽ അത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് √3 ഇൻറ്റു y മൈനസ് 3 ഇസ് ഈക്വൽ ടു 1 ഇൻറ്റു എക്സ് മൈനസ് 1 കോൺസ്റ്റൻസ് ഒക്കെ ഒരു സൈഡിൽ കൊണ്ടുവന്ന് ഫോമിലോട്ട് എഴുതിയാൽ മതി. അപ്പോൾ ഒരു പോയിന്റും സ്ലോപ്പും തന്ന ഇക്വേഷൻ ഡയറക്റ്റ് സ്ലോപ്പ് തരാം. അപ്പോൾ ഇക്വേഷൻ എക്സാമ്പിൾ കണ്ടുവരണം ഇവിടെ. ഫൈൻഡ് ഇക്വേഷൻ ഓഫ് എ ലൈൻ വിച്ച് പാസസ് ത്രൂ ദ ഒറിജിൻ ആൻഡ് മേക്കിംഗ് ആൻ ആംഗിൾ 75 ഡിഗ്രി വിത്ത് എക്സ് ആക്സിസ്. അപ്പോൾ പാസസ് ത്രൂ ഒറിജിൻ എന്ന് വെച്ചാൽ ഒറിജിൻ എന്തുവാ 0 ആൻഡ് മേക്കിംഗ് ആൻ ആംഗിൾ 75 ഡിഗ്രി വിത്ത് എക്സ് ആക്സിസ്. എക്സ് ആക്സിസുമായിട്ട് 75 ഡിഗ്രി ആംഗിൾ ഉണ്ട്. ചിലപ്പോൾ ഡയറക്റ്റ് സ്ലോപ്പ് അങ്ങ് തരും. സ്ലോപ്പ് തന്നാൽ എമ്മിന് ഓരോ നമ്പർ ഉപയോഗിക്കുക. അപ്പോൾ ഇത് 75 ഡിഗ്രി ഒരു പ്രത്യേകത, അതായത് 75 ഡിഗ്രി ആ ടേബിളിനകത്ത് ഇല്ലല്ലോ, അതുകൊണ്ട് നമ്മൾ കണ്ടുപിടിക്കും. അപ്പോൾ ഒരു പോയിന്റും അത് 75 ഡിഗ്രി ആംഗിൾ മേക്കും. ഒരു പോയിന്റ് ഒറിജിനിൽ കൂടെ പാസ് ചെയ്യുന്നുണ്ട്, 0 കൂടെ പാസ് ചെയ്യുന്നുണ്ട്,
ഒരു 75 ഡിഗ്രി ആംഗിൾ മെയിൻറ്റെയിൻ ചെയ്യും. അപ്പോൾ ഈ ലൈനിൻ്റെ ഇക്വേഷൻ എന്തുവാണെന്ന് അറിയല്ലോ. അപ്പോൾ ഇക്വേഷൻ നമുക്ക് എന്തോ ഒരു പോയിന്റ് സ്ലോപ്പ് തന്നാൽ y മൈനസ് y1 ഇസിക്കൽ m ഇൻറ്റു എക്സ് മൈനസ് x1. അപ്പോൾ നമ്മുടെ പോയിന്റ് x1 y1 സ്ലോപ്പ് ആംഗിൾ തന്നിട്ടുണ്ട്. അപ്പോൾ ടാൻ തീറ്റയാണ് സ്ലോപ്പ്, ടാൻ 75. സ്ലോപ്പ് എന്ന് വെച്ചാൽ ടാൻ തീറ്റ. ടാൻ 75 നമ്മുടെ ടേബിളിലില്ല. അവിടെ 0, 30, 45, 60, 90 ഇതൊക്കെ എല്ലാം ഉള്ളു അല്ലേ. അപ്പം അതിൻ്റെ ടേംസിലാക്കണം. അവിടെ വാല്യൂസ് അറിയാലോ. സൈൻ്റെ വാല്യൂസ് 0, 1/2, 1/√2, √3/2, 1. ഇവിടെ ആണെങ്കിൽ 1 കോസിൻ്റെ ആയിരുന്നു 1, √3/2, 1/√2, 1/2, 0. ടാൻ ആകുമ്പോൾ ഡിവൈഡ് ചെയ്ത് 0/1, 0 അല്ലേ. ഇത് ഡിവൈഡ് ചെയ്യുമ്പോൾ 1/√3, ഇത് ഡിവൈഡ് ചെയ്യുമ്പോൾ 1, ഇത് ഡിവൈഡ് ചെയ്യുമ്പോൾ √3, ഇത് ഡിനോമിനേറ്റർ 0. അപ്പോൾ ടാൻ 75 ഇതിന് 75 ഈ 30, 45, 60 ഒക്കെ ഉപയോഗിച്ച് എങ്ങനെ കണ്ടുപിടിക്കാം? ടാൻ 45 + 13 എടുക്കുക. ഇത് ട്രിഗണോമെട്രിയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ദെൻ ടാൻ x + y ഫോർമുല എന്തുവാ? ടാൻ x + ടാൻ y by 1 - ടാൻ x ടാൻ y. അപ്പോൾ ഈ പ്രോബ്ലത്തിൻ്റെ പ്രത്യേകത ഇതേ ഉള്ളൂ. ടാൻ 75 കണ്ടുപിടിക്കാൻ അറിയണം. ടാൻ x + y ഫോർമുല എന്തുവാ? ടാൻ x + ടാൻ y by 1 - ടാൻ x ടാൻ y. എക്സിൻ്റെ പ്ലേസിൽ 45, വൈയുടെ പ്ലേസിൽ 30 വന്നുള്ളൂ. അപ്പം ഈ ഫോർമുല പഠിച്ചിട്ടുണ്ട്. ടാൻ x + y, ടാൻ x + ടാൻ y എന്നല്ല, ഒരു നമ്പർ അല്ല ടാൻ ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാൻ. ഇതൊരു ഫംഗ്ഷനാണ്. അതുകൊണ്ട് ടാൻ x + ടാൻ y 1 - ടാൻ x ടാൻ y. ഒരു 2 × x + y ആണെങ്കിൽ നമുക്ക് 2x + 2y എന്ന് എഴുതാം. പക്ഷെ മറ്റേത് ഫംഗ്ഷനാണ്. ടാൻ 45ൻ്റെ വില ഇടുക, ടാൻ 30യുടെ വില ഇടുക, എന്നിട്ട് LCM എടുക്കുക. √3 + 1/√3 ഡിവൈഡഡ് ബൈ √3 - 1/√3. √3 ക്യാൻസൽ ആയിട്ട് √3 + 1/√3 - 1. വേണമെങ്കിൽ ഇത് റാഷണലൈസ് ചെയ്യാം. ഈ ആൻസർ എഴുതിയാലും മതി. അല്ലെങ്കിൽ √3 + 1 +1 വെച്ച് മേളിലും താഴെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ √3 + 1 മേളിലും താഴെ മൾട്ടിപ്ലൈ. അപ്പം താഴെ √3 + 1 × √3 - a² - b² വെച്ച് a+b² വെച്ച് എക്സ്പാൻഡ് ചെയ്യുക. a² + 2ab + b²/2 ദാറ്റ് ഈസ് 4 + 2 √3/2. ക്യാൻസലായി കോമൺ എടുക്കുക. ഇങ്ങനെ വരും 2 + 2. അപ്പോൾ ഇവിടെ പോയിന്റ് ഒറിജിൻ എന്ന് വെച്ചാൽ 0, 0 അല്ലേ. അത് x1 y1 എന്ന് പകരം ഇട്ട് കൊടുക്കുക. എമ്മിൻ്റെ വില ഇങ്ങനെ ഇടുക. അല്ലെങ്കിൽ ഈ വില ഇട്ടാലും മതി. നിങ്ങൾ സിംപ്ലിഫൈ ചെയ്യാറുള്ളാത്ത വരും. അല്ലെങ്കിൽ 2 + √3 × x - 0. y = 2 + √3 × x. അപ്പം ഒരു പോയിന്റ് സ്ലോപ്പ്